ഇപ്പം ഇന്ന് വളർന്നു വന്നത് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിലേക്ക് വരുന്ന വിഷയങ്ങളാണ്. മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം ഉണ്ടാകണം. ജയകുമാർ സാറ് ഇറിഗേഷൻ വകുപ്പിൻ്റെ ചുമതല വഹിച്ച സെക്രട്ടറി കൂടിയാണ്. ഒരു പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള ആശയത്തിൻ്റെ പ്രസക്തി എന്താ? 129-130 വർഷങ്ങളാവുന്ന ഒരു ഡാം പുതുക്കണം. അവിടെ ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ്. കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതാണ്. ഇതിന് രാഷ്ട്രീയമായി ചേർതിരിവോ സാമുദായിക രാഷ്ട്രീയ കക്ഷി പരിവേഷങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. തമിഴ്നാടുമായിട്ടുള്ള ബന്ധം ഒരിക്കലും തെറ്റായി രേഖപ്പെടുത്തേണ്ടതോ വിമർശിക്കപ്പെടേണ്ടതുമില്ല. തമിഴ്നാടും കേരളവും വൈരികളായി മാറി നിൽക്കേണ്ട സംസ്ഥാനങ്ങളുമല്ല. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഡാം ഉണ്ടാകണം. അത് സേഫ്റ്റി കൺസേണിലാണ്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ധാരാളം പോരാട്ടങ്ങൾ ഇന്നത് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസ് എന്ന നിലയിൽ അതിന്റെ സാഹചര്യങ്ങളും പരിമിതികളും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നാം മാറി വരുന്ന സാഹചര്യങ്ങളും കാലാവസ്ഥയും വ്യതിയാനവും ഈ കാര്യങ്ങളെ കുറെ കൂടി പ്രബലമാക്കാൻ, കേരളം ഉന്നയിച്ച വാദങ്ങൾക്ക് കുറെ കൂടി പ്രസക്തി ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 2014 കേരളം തേക്കടിയിൽ ആരംഭിച്ച മെഗാ കാർ പാർക്ക്, ആ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ഒരു ഇടക്കാല ആപ്ലിക്കേഷനിലൂടെ സമീപിച്ച തമിഴ്നാടിന്റെ വാദം കേട്ട കോടതി സർവേ ഓഫ് ഇന്ത്യയുമായി ഇതിന്റെ റിപ്പോർട്ടുകൾ ശേഖരിച്ച് അതിന്മേൽ പറയുന്ന സന്ദർഭത്തിൽ എന്താ പറഞ്ഞത്? സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞു, ഇത് ലീസ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഏരിയ അല്ല, കരാറിന് വെളിയിലാണ്. കേരളത്തിന്റെ വാദം ശരിയാണെന്ന് വന്നു. ഇത് പരസ്പരം ബാധിക്കാനല്ല, വസ്തുതാപരമായ ചില കാര്യങ്ങൾ ബോധ്യപ്പെടാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അത്തരം കാര്യങ്ങളിൽ കോടതിയിൽ ആവർത്തിച്ചു. 131 ആർട്ടിക്കിൾ അനുസരിച്ച് തമിഴ്നാട് കൊടുത്ത കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസ് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ കാണേണ്ടത്, ആ കേസിൽ വാദം കേൾക്കേണ്ടത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ് ടു യൂണിയൻ ഗവൺമെന്റ്. പക്ഷെ 1886 സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഇല്ല, എന്നിട്ട് യൂണിയൻ ഗവൺമെന്റ് ഇല്ല. 1886 കരാറ്. അതുകൊണ്ട് ആ കരാറിലുണ്ടായിരിക്കുന്ന വസ്തുതകൾ ശരിയല്ല എന്ന് സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷനിലൂടെ ബോധ്യപ്പെട്ട സുപ്രീം കോടതി കേരളം പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഒബ്സർവേഷൻ, അങ്ങനെയെങ്കിൽ കരാറിനെ സംബന്ധിച്ചിടത്തോളം പുനഃപരിശോധിക്കേണ്ടി വരുമല്ലോ എന്ന് പോലും പറയാനുള്ളതായ ഒരു സാഹചര്യം ഈ സമീപകാലത്താണെന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കേണ്ടത് ഈ കേസിന്റെ നടത്തിപ്പും പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്ര കണ്ട് ആഴമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ സുതാര്യമായ വസ്തുതാപരമായ രണ്ട് സ്റ്റേറ്റുകൾക്കും യോജിച്ച രീതിയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഇവിടുത്തെ സേഫ്റ്റി കൺസേൺ ഡാം ഉണ്ടാവുക എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിനാണ് നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ പരസ്പര ആരോപണങ്ങളും ആക്ഷേപങ്ങളും? ഈ വിഷയത്തിൽ ആർക്കാണ് രണ്ട് അഭിപ്രായമുള്ളത്? നമ്മുടെ സ്റ്റേറ്റിനോ നമ്മുടെ സ്റ്റേറ്റിലോ വ്യത്യസ്തമായ അഭിപ്രായമില്ലാത്തൊരു കാര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഭീതി ജനിപ്പിക്കുന്നതാകരുത്. 2018 പ്രളയമുണ്ടായി. ഞാൻ ഇടുക്കിയിൽ നിൽക്കുക. അങ്ങനെ ഇടുക്കിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരാഴ്ചയായി ഇതേപോലെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം രൂപകൽപ്പന ചെയ്തു. പക്ഷേ ഇടുക്കിയിലെ സ്റ്റേഡിയം ഉപയോഗിക്കാൻ പറ്റിയില്ല. പിന്നെ പോലീസിന്റെ ക്യാമ്പിലേക്ക് പോയി. അവിടെയാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പതാക ഉയർത്തൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടന്നത്. പിന്നെ ഉരുൾപൊട്ടലായി, മണ്ണിടിച്ചിലായി, എത്ര പേര് മരിച്ചു വീണു. റോഡുകളെല്ലാം തകർന്നു. തലച്ചുമടയിലാണ് ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകുന്നത്. ഒരു വഴിക്കും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. വാർത്താ മാധ്യമങ്ങൾ, മീഡിയ, അവർക്ക് ഇത് പുറം ലോകത്തെ അറിയിക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്ത രീതിയിൽ എല്ലാം തകരാറായി. ആ നില വന്ന സന്ദർഭത്തിൽ 6-8 മണിക്കൂർ കൊണ്ട് മഴ നിന്നിരുന്നെങ്കിൽ എന്തോ സംഭവിക്കുമെന്ന് പോലും പറയാൻ പറ്റാതെ ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവുമെന്ന് പോലും വിചാരിക്കാത്തൊരു അന്തരീക്ഷം ഉണ്ടായ ഘട്ടം ഞാൻ ഓർക്കുക. നമ്മൾ ഒരുമിച്ച് നിന്നു. അതിനെല്ലാം നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ശ്രമിച്ചു. വീട് പോയവർക്ക് വീട് നൽകി, നശിച്ച റോഡുകളും പാലങ്ങളും എല്ലാം പുതിയതായിട്ട് കെട്ടി,
വീണ്ടും നമ്മൾ കഷ്ടപ്പാടിലൂടെ നഷ്ടപ്പെട്ടുപോയ കൃഷിയിടങ്ങളെ തിരിച്ചെത്തിച്ചു. ജീവിതത്തിന്റെ ഘട്ടത്തിലേക്ക് തിരിച്ചുവരവാണ് ആഗ്രഹിക്കുന്നതും നടക്കുന്നത്. പിന്നീട് ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു, ഈ മഴക്കാറ് കാണുമ്പോൾ ഉടനെ 9 പഠിക്കുന്ന എൻ്റെ പയ്യൻ പുതപ്പ് മൂടി കിടക്കും, അവൻ ഈ മഴ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിട്ടേ വെക്കൂ എന്ന് പറഞ്ഞൊരർത്ഥം അവൻ മഴയെ പേടിച്ചുപോയി. ഇത് മാനസികമായി പോലും നമ്മുടെ ഇളം തലമുറയിൽ വിഭ്രാന്തി ജനിപ്പിക്കുന്ന രീതിയിലേക്കുള്ളൊരു സ്ഥിതി അന്നത്തെ സാഹചര്യത്തിലുണ്ടായത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഇത്തരത്തിലുള്ള ഭീതി പരത്തുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ ഏതെങ്കിലും തലത്തിൽ അതിന് തെളിവുകളോ അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രേഖകളോ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്താനോ കഴിയത്തക്കതല്ലെങ്കിൽ ആശങ്കാജനകമായി ഭീതിയിലൂടെ ഉയർത്തപ്പെടുന്ന ഈ വസ്തുതകൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് തലമുറയെ തന്നെ അവരുടെ മാനസിക വിഭ്രാന്തിക്ക് ഇട കൊടുത്താൽ പഠിച്ചു വരുന്ന കുട്ടികൾ ഭയപ്പാടുണ്ടാകുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. അത്തരം ഭയപ്പാടുകളെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കണം. എന്നാൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തെ അറിയിക്കണം. ഒപ്പം അത് അധികാര സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടതാണെങ്കിൽ ഗവൺമെന്റിനെയോ മറ്റ് ഏജൻസിയൊക്കെ അറിയിക്കുന്നത് തെറ്റില്ല. ഞാനതുകൊണ്ട് വിനയപരസ്പരമായൊരു അപേക്ഷ നടത്തി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് കാണുന്നൊരു കാലമാണല്ലോ. ഇതൊക്കെ കാണുക, വായിക്കുക, അറിയുക. അവർക്ക് ലോകം അറിയാൻ ഇപ്പം മറ്റൊന്നും ആവശ്യമില്ല. അവർ തന്നെ ഇതെല്ലാം തപ്പിയെടുത്ത് കാണാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കുറെ കൂടി നമുക്ക് സൂക്ഷ്മതയോടുകൂടി പോകേണ്ടതാണെന്നൊരു ബോധ്യം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്.